ഏഞ്ചൽ ബിൻഡ വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു സാരി ബ്ലൗസാണ്. കുറച്ച് ദിവസമായി, ഒരു മാസത്തോളമായി വീഡിയോ ഇട്ടിട്ട്. അതായത് സ്കൂൾ തയ്യലുള്ളതുകൊണ്ട്, യൂണിഫോമിൻ്റെ വർക്കുള്ളത് കൊണ്ടാണ് ചെയ്യാതിരുന്നത്. അപ്പം ഞാൻ സാരി ബ്ലൗസ് അളവെടുത്ത് തയ്ക്കാൻ പോവാണ്. അപ്പം ഞാൻ അളവ് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് അളവ് ബ്ലൗസ്. ഞാൻ ഇതിൻ്റെ അളവെടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാവേ. ഞാൻ ഈ അറ്റം തൊട്ട് ഈ അറ്റം വരെ ഹുക്സ് ഉണ്ടല്ലോ, ഇവിടം വരെ എടുക്കുന്ന രീതിയിലാണ് അളവെടുക്കുന്നത്. അപ്പം ഞാനിതിവിടെ ഇങ്ങോട്ട് നിവർത്തിട്ടിട്ട് ഇതിന് എത്ര വണ്ണം ഉണ്ടെന്ന് നോക്കും. ഈ വണ്ണം എനിക്ക് കിട്ടിയിരിക്കുന്നത് 36 അതായത് ഈ ഹുക്സിന്റെ ഇവിടം തൊട്ട് ഇനി അറ്റം വരെ താഴ്ഭാഗത്ത് 36 കിട്ടി. ഈ 36ന്റെ കൂടെ ഞാൻ 10 ഇഞ്ച് കൂടെ കൂടുതലിടും. 36 10 46. അപ്പം 46ന്റെ 4 ഞാൻ ഇവിടെ കണക്കാക്കി, വണ്ണം കണക്കാക്കി അടയാളപ്പെടുത്താൻ പോകുന്നത്. ആദ്യം തന്നെ ഞാൻ ഈ തേര് വശത്തു നിന്ന് കൈകളിഞ്ഞ് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. തുണി 4 മടക്കി ഇട്ടിട്ട് കൈയിറക്കം എത്ര വേണോ അതിനേക്കാളും 1.5 ഇഞ്ച് കൂടുതലിട്ടാണ് കൈ കട്ട് ചെയ്യുന്നത്. തുണി 4 ഇട്ട് കൈയിറക്കം 10. 10ന്റെ കൂടെ ഞാൻ 1.5 ഇഞ്ച് കൂടെ കൂട്ടി 11 ഇവിടെ അടയാളപ്പെടുത്തി. ഈ 11 തന്നെ ഈ സൈഡിലും അടയാളപ്പെടുത്തിയിട്ട് അത് തന്നെ ഒരു 4 ഇഞ്ചിന്റെ അവിടം വരെ അടയാളപ്പെടുത്തും. അതായത് ഈ 4 ഇഞ്ച് വരെ നമുക്ക് വേണ്ട, കട്ട് ചെയ്ത് കളയാനുള്ളതാണ്. അവിടെ ഒരടയാളം കൊടുത്തു. ഇനി നമ്മൾ കൈവണ്ണമാണ്. കൈവണ്ണം 6 ഇഞ്ചാണ്. 6 ഇഞ്ചിന്റെ കൂടെ 1 ഇഞ്ച് കൂടെ കൂട്ടി 7 ഇഞ്ച് അടയാളപ്പെടുത്തി. ഇനി നമ്മൾ 7 ഇഞ്ച് എന്ന് ഈ 4 ഇഞ്ച് അടയാളപ്പെടുത്തിയില്ലേ, അവിടോട്ട് ചെരിച്ച് വരയ്ക്കുവാണ്. വരച്ചേ. ഇനി നമ്മൾ ഇവിടെ 11 അടയാളപ്പെടുത്തിയില്ലേ, ഇവിടെ 4 അടയാളപ്പെടുത്തിയില്ലേ, അവിടോട്ട് നമ്മൾ വളച്ച് വരയ്ക്കുവാണ്. ഇതാണ് നമ്മുടെ കയ്യ്. ഇത് നമുക്കിതിനെ കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. ഇതാണ് നമ്മൾ കട്ട് ചെയ്ത കയ്യ്. ഇതിനി നമുക്ക് അങ്ങോട്ട് മാറ്റിയിടാവേ. ഇനി നമ്മൾ തുണി 2 ഇടുവാണ്. ഞാനിപ്പോൾ തുണി 2 ഇട്ടേ. ഇനി നമ്മൾ ഈ ബ്ലൗസിന്റെ ഇറക്കമാണ് എടുക്കുന്നത്. അതായത് ഇതിന്റെ പുറം ഭാഗത്തു നിന്നാണ് ഇറക്കം എടുക്കുന്നത്. നമ്മൾ ഇത് 15.5 ഇഞ്ചാണ് ഇറക്കം ഇട്ടിരിക്കുന്നത്. ഈ 15.5യുടെ കൂടെ 15.5 15 ഇഞ്ച് ഇതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടെ കൂട്ടി. 1 ഇഞ്ച് കൂടെ കൂട്ടി എന്ന് പറഞ്ഞാൽ മുകളിലത്തെ 1/2 ഇഞ്ച് തയ്യലും താഴത്തെ 1/2 ഇഞ്ച് തയ്യലും കൂടെ കൂട്ടിയാണ് 1 ഇഞ്ച് കൂട്ടിയത്. അപ്പോൾ ഈ 15ന്റെ കൂടെ 1 ഇഞ്ച് കൂടെ കൂട്ടി 16 ഇഞ്ച് ഇറക്കം കിട്ടി. ഇനി ഞാൻ ഈ കഴുത്തിന്റെ ഇറക്കം നോക്കുവാണ്. കഴുത്തിന്റെ ഇറക്കം 9 ഇഞ്ചാണ്. നമുക്കത് അടയാളപ്പെടുത്താം. ഷോൾഡർ നോക്കാം. ഷോൾഡർ 3.5 തയ്യലൂടെ കൂട്ടി 3.5 കിട്ടി. ഇതെല്ലാം അടയാളപ്പെടുത്താം. അപ്പോൾ നമുക്ക് 36 10 46 ഇഞ്ച് വണ്ണമാണ് വേണ്ടത്. അപ്പോൾ അതിന്റെ 4/1 ഇവിടെ അടയാളപ്പെടുത്തേണ്ടത്. നമ്മൾ ഇറക്കം 16 അടയാളപ്പെടുത്തി. വണ്ണം നമ്മൾ 46ന്റെ 4/1 11 അടയാളപ്പെടുത്തുവാണ്. ഞാനിനി ഇവിടെ കഴുത്തകലം അടയാളപ്പെടുത്തുന്നത് 2 ഇഞ്ചാണ്. 2 ഇഞ്ചാണ്. ഞാൻ തയ്ക്കുന്ന രീതിയാണ് പറഞ്ഞു തരുന്നത്. ഞാൻ ഒരുപാട് കഴുത്തകലം അഥവാ ആർക്കെങ്കിലും വേണമെന്ന് പറയുവാണെങ്കിൽ മാത്രമേ ഞാൻ കൂടുതലെടുത്തുള്ളൂ. കഴുത്തിച്ചിരി അകന്നിരിക്കട്ടെന്ന്, ഇല്ലെങ്കിൽ ഞാൻ ഒതുക്കി തയ്ക്കത്തേ ഉള്ളൂ. 2 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. കഴുത്ത് ഇറക്കം എടുത്തിരിക്കുന്നത് പുറം കഴുത്തിന്റെ ഇറക്കമാണ്. 9 അടയാളപ്പെടുത്തി. അത് നല്ല യു പോലെ വരച്ചിടുവാണ്. വരച്ചിട്ടെ. ഇനി ഞാൻ ഈ ഷോൾഡറിന്റെ അളവെടുത്തിരിക്കുന്ന 3.5 ഇഞ്ചാണ്. തയ്യലും കൂടെ കൂട്ടി 3.5 അടയാളപ്പെടുത്തി. ബാക്കി മുഴുവൻ നമ്മൾ കൈക്കുഴിക്ക് വേണ്ടിയിട്ടാണ് ഇട്ടിരിക്കുന്നത്.
അപ്പോൾ ഈ 5.5 ഇഞ്ച് കഴിഞ്ഞതിന് ശേഷം ബാക്കി മൊത്തം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുവാണ്. ഞാൻ കൈക്കുഴിയുടെ ഇറക്കം എടുത്തിരിക്കുന്ന 5.5 ഇഞ്ചാണ്. അഞ്ചര ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇത് കൈക്കുഴി അടയാളപ്പെടുത്തുവാണ്. അടയാളപ്പെടുത്തി ഇട്ടു. അതായത് ഈ മൂല വരുമ്പോൾ വളച്ച് കണ്ടോ, ഇങ്ങനെയാണ് കൈക്കുഴി. അപ്പോൾ ഇത്രയും ഞാൻ എടുത്തിട്ടുള്ളൂ. ഇത് 2, ഇത് 3.5, 2, 3.5, 5.5, 5.5 മാത്രമേ എടുത്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ കട്ട് ചെയ്ത് കളയാൻ പോവാണ്. അപ്പോൾ അടയാളപ്പെടുത്തി. ഇനി ഞാനിത് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പം നമ്മൾ ഈ പുറം പീസ് കട്ട് ചെയ്തെടുത്തേ. ഇനി നമ്മൾ എന്തെടുക്കണമെന്നറിയോ? ഈ എടുത്ത പുറം പീസ് എടുത്ത് ബാക്കി വന്ന തുണിയുടെ മോൾ പോട്ട് ഇടണം. മോൾ പോട്ട് ഇട്ടിട്ട് അതിനേക്കാളും 1.5 ഇഞ്ച് ഇറക്കം കൂടുതൽ എടുത്തോണേ. അതായത് 2-3 തയ്യലിവിടെ വരുമല്ലോ നമുക്ക് കട്ടിങ്ങിൻ്റെ അവിടെയൊക്കെ. അതിനാണ് 1.5 ഇഞ്ച് കൂട്ടി എടുത്തിരിക്കുന്നത്. പിന്നെ കഴുത്തിൻ്റെ മുൻവശത്തെ ഇറക്കം നമുക്ക് എത്ര ആണോ വേണ്ടത് അത്ര എടുക്കുക. 6 ഇടും, 6.5 ഇടും, 7 ഒക്കെ ഇടും. അപ്പോൾ എത്ര അവർ പറഞ്ഞ് അല്ലെ ഈ അളവിന് തന്നത് നോക്കി നമ്മൾ അതും അടയാളപ്പെടുത്തണം. ബാക്കിയെല്ലാം സെയിം ആണ്. ഞാനിത് വരച്ചിട്ടിട്ട് വരാം. ഞാൻ ഈ ബാക്കിലെ പീസ് ഉണ്ടല്ലോ, ഈ ബാക്കിലെ പീസിനേക്കാളും 1/2 ഇഞ്ച് കൂട്ടി എടുത്തിട്ടുണ്ട് ഫ്രണ്ടിലത്തെ പീസിന്. ഇറക്കം 1.5 ഇഞ്ചും കൂട്ടി എടുത്തിട്ടുണ്ട്. ഞാൻ മാർക്ക് ചെയ്തിട്ടിരിക്കുന്ന കണ്ടോ. ഇനി ഞാനിത് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. ഞാൻ ഇവിടുത്തെ ഇറക്കം എടുത്തിരിക്കുന്ന 5.5 ഇഞ്ച് ഇറക്കം എടുത്തിട്ടുണ്ട്. ബാക്കി ഈ കട്ടിങ്ങിലാണ്. കട്ടിങ്ങിൽ ഇങ്ങനെ വന്നെങ്കിലും കട്ടിങ് ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരു ശകലം മൂല തിരിച്ച് ഇങ്ങനെ ഒരു ശകലം ഞാൻ കളയുവേ. അല്ലെങ്കിൽ ഇതേണ്ട ഈ ഭാഗം നമുക്ക് മുൻവശം ഇങ്ങനെ ഞാന്ന് കിടക്കുന്നതായിട്ട് തോന്നും. അതിനാണ് ശകലം കളയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ തയ്ക്കുമ്പോഴേ ഇവിടെ ഒരു ശകലം കളയും, ഒരു തുള്ളി. കാരണം കഴുത്തൊന്ന് ടൈറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു നുള്ളി ഇങ്ങനെ കളയും. അതായത് ഫുള്ള് കളയത്തില്ല, ഈ മൂല മാത്രം. അതായത് ബാക്കിൻ്റെയും ഫ്രണ്ടിൻ്റെയും പീസിൻ്റെ അവിടെ ഇത്രയും കളയും. ബാക്കിയെല്ലാം വേണ്ടേ. ഇനി നമുക്കിത് കട്ട് ചെയ്തുകൊണ്ട് വരാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പീസ് ഉണ്ടല്ലോ, ഇത് 6 എണ്ണം വേണം. ഒരു സൈഡിലോട്ട് 3 എണ്ണവും, ഇടത് സൈഡിൽ 3 എണ്ണം, വലത് സൈഡിൽ 3 എണ്ണം, അങ്ങനെ 6 എണ്ണം വേണം. നമുക്കിത് കട്ട് ചെയ്യുമ്പോൾ 2 പീസ് കിട്ടിയിട്ടുണ്ട്. ബാക്കി 4 എണ്ണം നമുക്ക് ഈ ബാക്കി വന്ന് തുണിയെ കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഞാൻ പറഞ്ഞു തന്നത് തേണ്ട ഈ ഭാഗമാണ്. ഈ ഭാഗം നമുക്കൊരു ശകലം എൻ്റെ ഒരു കൈ ക്യാമറയും ഒരു കൈ കൊണ്ട് ഞാൻ കട്ട് ചെയ്തത്. അപ്പോൾ അതന്നെ എന്തെങ്കിലും പാകപ്പഴ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. കാരണം വീഡിയോ പിടിക്കുന്നത് ഞാൻ, എഡിറ്റ് ചെയ്യുന്നത് ഞാൻ, എല്ലാം ഞാനാണ്. അപ്പം ഇതുപോലെ തന്നെ നമ്മൾ ഈ ബാക്ക് പീസിലും ഒരു ശകലം കളയണം. എന്താന്ന് വെച്ചാൽ നമ്മുടെ കഴുത്ത് നല്ല ടൈറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു നുള്ളു കളയുന്നത്. ഉണ്ടോ? ഇനി ഞാൻ പറഞ്ഞു തന്നത് നമ്മൾ കട്ട് ചെയ്തെടുത്തില്ലേ, അതിൻ്റെ തേണ്ട ഇത്രയും ഭാഗം കളയുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, തേണ്ടിങ്ങനെ. അതാണ് ഞാൻ വരച്ചിട്ടിരിക്കുന്നത്. നമുക്കതുകൂടെ കളഞ്ഞുകൊണ്ട് വരാം. അപ്പം നമുക്ക് ഈ കട്ടിങ്ങിൻ്റെ ഈ സൈഡ് കളഞ്ഞെടുക്കാം. കണ്ടോ? ഇപ്പം 6 പീസുണ്ട്. പിന്നെ ബാക്കിയെല്ലാം നമുക്ക് ഇതേ പിടിപ്പിക്കാനുള്ള പടിയെല്ലാമാണ്. അപ്പം നമുക്ക് ഈ ബ്ലൗസിന്റെ ഭാഗങ്ങൾ പരിചയപ്പെടാം. ഇതാണ് ഇതിന്റെ കഴുത്തലൊക്കെ പിടിപ്പിക്കുന്ന ക്രോസ് കട്ടിങ് തുണിയാണ് വേണ്ടത്. പിന്നെ ഇത് നമ്മൾ മുൻവശത്ത് ഹുക്ക് പിടിപ്പിക്കാനുള്ള പടിയാണ്. പിന്നെ ഇത് പുറയിലുള്ള ഇത് ഹുക്സിന്റെ ഹൈ വരികയുള്ള ഇതുണ്ടല്ലോ, കഴുത്തിടാനുള്ള പടിയാണ്. പിന്നെ നമുക്കിത് പുറയിൽ പിടിപ്പിക്കാനുള്ള പടിയാണ് ഇത്. പിന്നെന്ന് പറഞ്ഞാൽ ഇത് 6 എണ്ണം നമുക്ക് മുൻവശത്തെ കട്ടിങ്ങിൻ്റെ അവിടെ പിടിപ്പിക്കാനുള്ളതാണ്. പിന്നെ ഇത് കൈയാണ്, ഇത് ബ്ലൗസിൻ്റെ പുറം ഭാഗമാണ്, ഇത് മുൻവശമാണ്. ഇത്രയേ ഉള്ളൂ ഒരു ബ്ലൗസിൻ്റെ
തുണി കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഞാനേ ചെറിയ ചെറിയ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നായിരുന്നല്ലോ. അതായത് കഴുത്തിറങ്ങി പോകുന്നതിന് നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ ഒരു ശകലം കളയുക, പിന്നെ ഇറക്ക കൂടുതൽ വരുന്നതുകൊണ്ട് ഫ്രണ്ട് കട്ടിങ്ങിൻ്റെ അവിടെ ഒരു ശകലം കളയുക എന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ. ഇനി നമ്മൾ കളയേണ്ടത് ഒരു ശകലം ഈ ബ്ലൗസിൻ്റെ കൈയുടെ ഈ ഭാഗം ഉണ്ടല്ലോ, മുൻവശത്ത് വരുന്ന ഭാഗം, അത് നമ്മൾ കുറച്ച് കളയണം, ശകലം. അത് ആദ്യം വരച്ചിട്ട് വേണം കളയാൻ. അത് നമുക്ക് കളഞ്ഞുകൊണ്ട് വരാം. രണ്ടിങ്ങനെ കളഞ്ഞിട്ടുണ്ട്.